നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. മലയാളികൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടരെ അവർ പേടിക്കണം. ഒന്ന് മലയാളികളെ തന്നെ. പ്രധാനപ്പെട്ട കാരണം അസൂയ. നമ്മുടെ കൂടെയുള്ള ഒരാൾ രക്ഷപ്പെടുന്നത് നമുക്കിഷ്ടമില്ല. അതുകൊണ്ട് അയാൾക്കെതിരെ അപവാദം പറയാനും എങ്ങനെ പിടിച്ചു താഴ്ത്താമെന്നും നമ്മളൊക്കെ ശ്രമിക്കും. അത് സാധാരണയായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ ഉയർന്നു പോകുന്നവരാണത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കൂട്ടർ ഓഫ് കോഴ്സ് മുഖ്യധാരയിൽ നിന്നുള്ളവരാണ്. ഇവിടുത്തുകാർ, പരമ്പരാഗതമായിട്ട് ഇവിടെ താമസിക്കുന്നവർ. ഇന്നലെ വന്ന ആളുകൾ അവരുടെ തലപ്പത്ത് അവരെക്കാളും ഉന്നത സ്ഥാനത്തെത്തുന്നത് പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കും അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെയും മനസ്സിലുണ്ടാവുക. അതും ശരിക്കും ഇംഗ്ലീഷ് പറയാനറിയില്ല, അക്സെൻറ്റോടുകൂടി പറയുന്നു, അല്ലെങ്കിൽ വേറെ നിറമാണ്, അവരൊക്കെ വന്നിട്ട് നമ്മളെ ഭരിക്കാൻ വരുന്നു എന്ന് പറയുമ്പം നമുക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതേ ഒരു മാനസികാവസ്ഥ ഇവിടെയുള്ളവർക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പൊതുവായി നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ടെക്സസിലെ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ്. അദ്ദേഹത്തിൻ്റെ അത്ര ഒരു കൗണ്ടിയുടെ മേധാവി, അദ്ദേഹത്തിൻ്റെ അത്രയും ഉയർന്ന നിലയിലെത്തിയ വേറെ മലയാളികളില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടും നമ്മൾ അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയുമാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനത്തെത്തി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. കാരണം ഈ മലയാളികളല്ല ഇന്ത്യക്കാർ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് നേരിട്ട് നേട്ടങ്ങളൊന്നും ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ നമ്മുടെ സമൂഹം ഉയരുകയും നമ്മളിവിടെ അംഗീകരിക്കപ്പെടുകയും നമ്മളെ ഇവിടെ തുല്യരായി ആദരിക്കുകയും ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ആളുകൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നതുകൊണ്ടാണെന്ന് നമ്മൾ മറന്നുപോവുകയും ചെയ്യരുത്. ഇപ്പോൾ ക്യാഷ് പട്ടേൽ FBI മേധാവിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് നേരിട്ടല്ലെങ്കിലും നമുക്കും കിട്ടുന്നുണ്ട്. കാരണം നമ്മളെയും ആളുകൾ കുറച്ചൊരു ബഹുമാനത്തോടെയോ ക്യാഷ് പട്ടേലിൻ്റെ ആളുകളാണ് എന്നുള്ളൊരു ചിന്താഗതി വരാനായിട്ട് അത് ഇടയാക്കും. നമ്മുടെ സമൂഹം ശാക്തീകരിക്കപ്പെടും. അത് നിക്കി ഹേലി ഗവർണറാകുമ്പോഴും ബോബി ജിൻഡാൽ ഗവർണറായപ്പോഴും അല്ലെ കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയപ്പോഴും ഒക്കെ അതിൻ്റെ ഒരു ആനുകൂല്യം നമ്മുടെ സമൂഹത്തിനും ഉണ്ടാവുന്നുണ്ട്. നമ്മളും ഇവിടുത്തുകാരായി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം KP ജോർജ് ആ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വലിയ അംഗീകാരമാണ് കൊണ്ടുതന്നത്. എങ്കിലും അദ്ദേഹം ആദ്യത്തെ തവണ ജയിച്ചു, രണ്ടാം തവണയും നിഷ്പ്രയാസം ജയിച്ചു. അതിനുശേഷമാണ് ഈയിടയ്ക്ക് 5-6 മാസം മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അത് അദ്ദേഹത്തിൻ്റെ കരിയറിലൊരു ഒരു ഒരു കളങ്കം ചാർത്തുകയുണ്ടായി. പൊതുവിൽ നമുക്കൊക്കെ ഒരു വിഷമമായിപ്പോയി അത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ അദ്ദേഹം ഒരു 2 പേജുള്ള പ്രസ്താവനയുമായിട്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ 2 ആവശ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ കേസ് കേൾക്കുന്ന ഡിസ്ട്രിക്ട് അറ്റോർണി, ആ ഡിസ്ട്രിക്ട് അറ്റോർണിയും, അത് ഫോർട്ട് ബെൻഡ് കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണിയാണ്, പിന്നെ ആ ജഡ്ജിയും, പിന്നെ അവരിതിൽ നിന്ന് മാറി നിൽക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ രണ്ട് ഓഫീസുകൾക്കുമുള്ള ബജറ്റ് തീരുമാനിക്കുന്നത് ഈ കൗണ്ടി ജഡ്ജ് എന്ന നിലയിൽ KP ജോർജാണ് ഈ ബജറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്ന് മാത്രമല്ല ഈ ജഡ്ജി അടുത്ത തവണ KP ജോർജിനെതിരെ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയും പ്രശ്നമായി. അപ്പം ഡിസ്ട്രിക്ട് അറ്റോർണി പറയുന്നത് ജഡ്ജി ഈ കേസ് കേൾക്കുന്നില്ല, പകരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഒപ്പിടുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് ഡിസ്ട്രിക്ട് അറ്റോർണി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഈ ജനങ്ങളോടാണ് ഉത്തരവാദിത്വമെന്നും നീതി നടപ്പാക്കുമെന്നും പറയുന്നു. അതായിക്കോട്ടെ, നീതി നടപ്പാക്കണമെന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. ആരും നിയമത്തിന് അതീതരല്ല, എത്ര വലിയ ആളാണെങ്കിലും അങ്ങനെ തന്നെ വേണമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ കേസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലുള്ളൊരു കുറ്റകൃത്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ KP ജോർജിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന തരൾ പട്ടേൽ എന്നൊരു പയ്യൻ, അദ്ദേഹം KP ജോർജിന് വേണ്ടി പ്രചാരണത്തിന് നടക്കുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സോ മറ്റേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ആരുടെയോ പേരിൽ ഒരു കള്ളപ്പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ വെബ്സൈറ്റിലൊക്കെ ഈ KP ജോർജിനെതിരെ വംശീയ പരാമർശങ്ങൾ ആരൊക്കെയോ നടത്തുന്നതായിട്ടാണ് അതിൽ എഴുതി പിടിപ്പിച്ചത്. അപ്പോൾ ആളുകളുടെ ഒരു ശ്രദ്ധ കിട്ടാനും സഹതാപം കിട്ടാനും വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ആ വെബ്സൈറ്റ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി, കേസെടുക്കുകയുണ്ടായി. അദ്ദേഹം ഈയിടയ്ക്ക് ഒരു ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെടുകയും ചെയ്തു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നല്ല ഭാവിയുടെ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു മണ്ടത്തരം കാണിച്ച് അറസ്റ്റിലായി ആ ഭാവി കൊണ്ടു തുലച്ചു. അപ്പോൾ സംഭവത്തിൽ ഇങ്ങനെ ഈ വെബ്സൈറ്റിൽ വംശീയ പരാമർശങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ആ സമയത്ത് KP ജോർജ് ഇദ്ദേഹത്തിന് ഇമെയിലുകൾ അയച്ചിരുന്നു. ഇന്നത് പോസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഉള്ള ഇമെയിലുകൾ ചെന്നിരുന്നു. അത് കണ്ടെത്തി അതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് DA പറഞ്ഞിരുന്നത്. അതാണ് കേസിൽ കാരണമായിട്ട് പറഞ്ഞത്.
അതിന് എത്ര കണ്ട് വിശ്വാസ്യത ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഈ അയച്ച ഇമെയിലുകൾ ഇന്ന രീതിയിൽ കൃത്യമായിട്ട് ഈ വംശീയ പരാമർശം നടത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ടുള്ള ഇമെയിൽ നമ്മൾ കണ്ടില്ല. ഇനി അവരുടെ കയ്യിൽ അതിന് തെളിവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ഈ പറയുന്ന ഒരു കുറ്റം ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെയായാലും ഈ കേസിൽ ഇവർക്ക് രണ്ടുപേർക്കും, ഡിസ്ട്രിക്ട് അറ്റേണിക്കും ആ ജഡ്ജിക്കും ഇതുമായിട്ട് അവർക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സാഹചര്യത്തിൽ അവർ മാറി നിന്നിട്ട് വേറെ ആരെങ്കിലും പക്ഷപാതമില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള ആരെങ്കിലും അന്വേഷിക്കട്ടെ, കേസിൽ തീരുമാനമെടുക്കട്ടെ, കേസ് നീതിപൂർവം അതിൽ തീരുമാനം വരട്ടെ, നമുക്ക് നീതി നടപ്പാകട്ടെ. അത് ആര് ചെയ്തു എന്നുള്ളത്, തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെ. അതിന് നമുക്ക് ആ തെറ്റിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. തെറ്റാര് ചെയ്താലും നമ്മളതിനെ അതിനുവേണ്ടി അവർക്ക് വേണ്ടി ശബ്ദിക്കാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നീതി നടപ്പാവണം. ഈ നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം അവർ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ കെ പി ജോർജിൻ്റെ പിന്നിൽ നമ്മളൊക്കെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഒരാൾ ഒരു വിഷമത്തിൽ പെടുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോൾ നമ്മളല്ലാതെ വേറെ ആര് പിന്തുണയ്ക്കും? നമ്മുടെ ആൾക്ക് വേണ്ടി നമ്മുടെ പിന്തുണ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളോ മാറ്റങ്ങളോ ഒന്നുമില്ല. എങ്കിൽ പോലും മാനസികമായി നമ്മുടെ ഒരാൾക്ക് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മൾ സന്നദ്ധരായി ഇരിക്കണം. അതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ആളുകളെ നമ്മൾ തന്നെ ഉയർത്താനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല.